ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇനി അടുത്ത നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് വരികയാണ്. പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ചാട്ടെ. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 24-ാമത്തെ വാക്യം. ജാതികൾക്ക് ഭോഷത്വമെങ്കിലും യഹൂദന്മാരാകട്ടെ യവനന്മാരാകട്ടെ വിളിക്കപ്പെട്ട ഏവർക്കും ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തുവിനെ തന്നെ ചേർന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഈ ക്രിസ്തു ദൈവശക്തിയുടെ പ്രകടനമാണ്. ദൈവശക്തിയെ കാണണമെങ്കിൽ ഈ ക്രിസ്തുവിലേക്ക് നോക്കിയാൽ മതി. നിങ്ങൾക്ക് ദൈവശക്തിയെ പ്രദർശനമായിട്ട് നിങ്ങൾക്ക് കാണണമെങ്കിൽ ഈ ക്രിസ്തുവിലേക്ക് നോക്കിയാൽ മതി. ഹല്ലേലൂയ. ഒന്നുകൂടെ നമുക്കത് വായിക്കാം. ജാതികൾക്ക് ഭോഷത്വമെങ്കിലും യഹൂദന്മാരാകട്ടെ യവനന്മാരാകട്ടെ വിളിക്കപ്പെട്ട ഏവർക്കും ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തുവിനെ തന്നെ ചേർന്ന് പറഞ്ഞാട്ടെ. എനിക്ക് ക്രിസ്തു സർവശക്തനായ ദൈവമാണ്. എനിക്ക് ക്രിസ്തു ദൈവശക്തിയുടെ പ്രകടനമാണ്. ചിലർക്കത് ഭോഷത്വം ആയിരിക്കാം, സ്തോത്രം. യേശു എന്ന് പറയുമ്പോൾ പലർക്കും അതൊരു ഭോഷത്വമായിട്ട് തോന്നാം. ചിലര് പറയും, നീ എന്തിനീ യേശുവിനെ വിളിക്കുന്നു? അത് ക്രിസ്ത്യാനികളുടെ ദൈവമല്ലേ? പ്രത്യുത അത് മതത്തിന്റെ ദൈവമല്ലേ? ഹല്ലേലൂയ. ചിലര് നിന്ദിക്കും. ആരെ? ഈ യേശുവിൽ വിശ്വസിച്ചു വന്നവനെ ചിലർ കളിയാക്കും. അവർക്കത് ഭോഷത്വമാണ്. ഈ യേശു എന്ന് പറയുമ്പോൾ ചിലർക്കത് ഭോഷത്വമാണ്. പ്രാർത്ഥനയ്ക്ക് പോകുന്നവര്, ഞാനൊരിക്കല് ഒരു സഹോദരി എൻ്റെ അടുക്കല് ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ, എൻ്റെ അടുക്കൽ വന്ന് ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അപ്പോൾ അവർ മുന്നമേ ആരാധനയ്ക്ക് പോകുന്ന ഒരാളല്ല. അപ്പോൾ അവർ ഭർത്താവിനോട് ചോദിച്ചു, ആരാധനയ്ക്ക് ഞങ്ങൾ പൊക്കോട്ടെ, അല്ല ഞാൻ പൊക്കോട്ടെ? ഭർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ കൈകൊട്ടി പാട്ട് പാടുന്നവരുടെ കൂടെ നീ എന്തിനാ പോകുന്നത്? കൈകൊട്ടി പാടുന്നവരുടെ കൂട്ടത്തിലേക്ക് എന്തിനാ പോകുന്നത്? അവർ പറയുക ഭയങ്കര ഭോഷത്വം. അയ്യോ, ദൈവമക്കള് കൈകൊട്ടി പ്രാർത്ഥിക്കുക, ആരാധിക്കുക എന്നൊക്കെ പറയും. ഒരു ഭോഷത്വം. ആട്ടെ, അവര് യേശുവിനല്ലേ വിളി, എന്തിനാ നീ യേശുവിനെ വിളിക്കാൻ പോകുന്നത്? ഒരു ഭോഷത്വം. ഹല്ലേലൂയ. പലർക്കും യേശു എന്ന് പറയുന്നത് ഭോഷത്വമാകാം. ഈ അന്ത്യകാലഘട്ടത്തിൽ യേശു എന്ന് പറയുമ്പോൾ ചിലർ കളിയാക്കാം. യേശുവിനെ വിളിക്കുകയും ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന നിങ്ങളെ പക്ഷേ കളിയാക്കിയിരിക്കാം, നിന്ദിക്കാം. ഹല്ലേലൂയ. എന്നാൽ ഒരു ദിവസം കളിയാക്കിയവർ പറയും, നിന്ദിച്ചവർ പറയും, ഒന്ന് പ്രാർത്ഥിക്കുവാൻ, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കുവാൻ, എനിക്ക് വേണ്ടി, എൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ. പ്രാർത്ഥിക്കുവാൻ. ഇന്ന് പലരിൽ നിന്നും അത് നിന്ദയും പരിഹാസവും ഒക്കെ നിങ്ങൾ ഏൽക്കേണ്ടി വരികയാണെങ്കിലും കാര്യം ഇതാണ്, അവർക്ക്, നിങ്ങളെ പരിഹസിച്ചവർക്ക്, നിങ്ങളെ നിന്ദിച്ചവർക്ക് യേശു ദൈവശക്തിയുടെ പ്രദർശനമായിട്ട് അല്ലെങ്കിൽ പ്രകടനമായിട്ട് അവർക്കത് മനസ്സിലായിട്ടില്ല.
അവർക്കത് ഭോഷത്വമാണ്. പക്ഷേ രുചിച്ചറിഞ്ഞവർക്ക് സ്തോത്രം. കർത്താവിന് ഞാൻ നന്ദി പറയുന്നു. അതുപോലെ പാട്ടുകാരൻ പാടിയതുപോലെ രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ. എങ്ങനെയാണ്? ചേർന്ന് രുചിച്ചു നോക്കി ഞാൻ തൻ കൃപകളെ യേശു ക്രിസ്തു. ഏതൊക്കെയോ ചില കയ്പിന്റെ അനുഭവങ്ങളെ മധുരമാക്കാൻ യേശുവെന്ന ദൈവശക്തിയുടെ പ്രകടനമാണ്, ദൈവശക്തിയുടെ പ്രദർശനമാണ്. ഓ സ്വർഗത്തിലെ ദൈവം ഇന്ന് പകൽ നമ്മുടെ കൂടെയുണ്ട്. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? എനിക്കറിയാം. ഇതിനകത്തിന്ന് കൈകാലുകൾക്ക് ബലക്ഷയമുള്ള ചിലതിനെ പരിശുദ്ധാത്മാവ് തൊടുക. കൈകാലുകൾക്ക് ബലക്ഷയമുള്ള ചിലതിനെ ദൈവം തൊടുക. ഓ ചാർ ദൈവത്തിന് സ്തോത്രം ചെയ്ത്. യെസ്, ഓ ചാർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. യേശു ദൈവശക്തിയുടെ പ്രകടനമാണ്, പ്രദർശനമാണ്. ചേർന്ന് പറഞ്ഞ യേശു ദൈവശക്തിയുടെ പ്രദർശനമാണ്, ദൈവശക്തിയുടെ പ്രദർശനമാണ്. മറ്റുള്ളവർക്ക് ഭോഷത്വമാണെങ്കിലും രക്ഷിക്കപ്പെട്ട ഞങ്ങൾക്ക് യേശു ദൈവശക്തിയുടെ പ്രദർശനമാണ്, ദൈവശക്തിയുടെ പ്രദർശനമാണ്. ചാർന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്ത് അവനെ ഞങ്ങൾ കാണുന്നത് ദൈവശക്തിയുടെ പ്രദർശനമായിട്ടാണ്. ദൈവശക്തിയെ കാണണമെങ്കിൽ യേശുവിനെ നോക്കിയാൽ മതി. യേശുവിൽ അതുണ്ട്, ദൈവശക്തി ഉണ്ട്. അതുകൊണ്ടല്ലേ പാപത്തിൽ നിന്ന് രക്ഷ പ്രാപിച്ചിട്ട് ഇന്ന് ദൈവത്തെ ആരാധിക്കുവാൻ തന്റെ ജനം ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ടല്ലേ പിശാചിന്റെ ശാപത്തിൽ നിന്ന്, സകല ശാപത്തിന്റെ അനുഭവങ്ങളിൽ നിന്ന് വിടുവിക്കപ്പെട്ട് ദൈവത്തെ ആരാധിക്കുവാൻ ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ടല്ലേ പിശാച് തകർക്കുമെന്ന് പറഞ്ഞ ജീവിതത്തിനകത്തുനിന്ന് തകർന്നു പോകാതെ ദൈവം രക്ഷിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. പ്രദർശനമാണ്. ഹല്ലേലൂയ, പ്രദർശനമാണ്. ചാർന്ന കർത്താവിനെ സ്തുതിച്ചാട്ടെ.